ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് ഒരു അരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ഇത് ഇടിച്ച് ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് പച്ചരിയും 1/4 കപ്പ് പുഴുങ്ങലരിയും കൂടെ രാവിലെ വൈകുന്നേരത്തിനൊക്കെ ആണെങ്കിൽ രാവിലെ വെള്ളത്തിലൊരു 1-1.5-2 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കഴുകി അരിച്ച് വെച്ചേക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്രൈൻഡറിൽ ഒരു 2 തവണ ഇട്ടായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിഞ്ഞ് വരണം. അല്ലെങ്കിൽ ചിലവർ ഇതിന് പകരം അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പുട്ടിൻ്റെ തരികളൊക്കെ പൊടിയൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പച്ചരിയും പുഴുക്കലരിയാണ്. അപ്പോൾ 1 കപ്പ് പച്ചരിയും 1/4 കപ്പ് പുഴുക്കലരിയും ഇവിടെ വൈകുന്നേരത്തിനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിൽ തരിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തരിയൊക്കെ വേണം. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് കൂടുതൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ചെറിയൊരു തരിയോട് കൂടെ വേണം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, നല്ല ജീരകം ഒരു ടീസ്പൂണൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് അതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഗ്രൈൻഡറിലിട്ട് തന്നെ നമുക്ക് ചതച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് നന്നായി പേസ്റ്റ് രൂപത്തിലല്ല, നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് നമ്മുടെ പൊടിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ ഒരു ചെറിയൊരു തരിയോട് കൂടെ, കൂടുതൽ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അരിമണി അങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല. ആ ഒരു തരത്തിൽ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കാം. കാരണം ഇത് ഇരുന്ന് വലിഞ്ഞ് പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസിൽ തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. കാരണം കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേന് തന്നെ അത് വലിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ലൂസ് കൂടിയാലും നമുക്ക് ഇരുന്ന് അതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 4 അച്ച് ശർക്കര വരെ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ എന്തായാലും കുറച്ച് മധുരം കൂട്ടി തന്നെ ആക്കണം. കാരണം പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് മധുരം ഒന്ന് കുറയുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് ഒരു ഏകദേശം ഇപ്പോൾ ഒരു ഉച്ചയോടുകൂടെ കുഴച്ച് വെച്ച ഉച്ചരിയുമ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇരുന്നൊന്ന് സെറ്റാവണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ടേസ്റ്റ് ബാലൻസിന് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് വലിഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമുക്കതിൽ, അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി പിന്നെയും കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വലിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാകത്തിന് പിടിക്കാനുള്ള പൊട്ടിപ്പോവാണ്ട് നമുക്കിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ പൊട്ടിപ്പോവാണ്ട് കിട്ടണം. അല്ലെങ്കിൽ നമ്മുടെ അരിയരപ്പം ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല ഭയങ്കര തിന്നുമല്ല ഭയങ്കര തിക്കുമല്ലാണ്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു പാകത്തിലൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ചെറിയ അരിയരപ്പം ഉണ്ടാക്കിയാലും മതി. കുറച്ച് ചെറുതിൽ വേണമെങ്കിലും ആക്കാം. അപ്പോൾ പൊട്ടിപ്പോവാണ്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴും പരത്തുമ്പോഴും പൊട്ടാണ്ട് കിട്ടണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കേണ്ടത്. സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ നാടൻ ഒരു ഫുഡാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നാടൻ പലഹാരങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓരോ അരിയിലപ്പം ഇട്ടെടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് നമുക്കൊന്ന് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിലും കുറച്ചും കൂടെ കളറായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിണ്ടൊക്കെ വരും. വിണ്ട് വരുന്നതൊക്കെ അരിയിലപ്പത്തിൻ്റെ ശരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് വിണ്ടിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ വല്ലാണ്ട് വിണ്ട് പോകരുതെന്ന് മാത്രമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ അരിയിലപ്പം ഏകദേശം ഒരു 5 എണ്ണം വരെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ പച്ചരിയും പുഴുക്കലരിയും കുതിർത്ത് വെച്ചിട്ടാണ്. ചിലവർ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ചിലവർ പുട്ടിൻ്റെ പൊടി വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്.
നമ്മൾ ഇടിച്ചു അങ്ങനെ ഒന്നും ആക്കേണ്ട ഒരു ടൈമൊന്നും നമുക്ക് വരുന്നില്ല. നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ടായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. കണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരം തന്നെയാണ്. നമുക്ക് കട്ടൻ ചായയുടെ കൂടെ അത് നല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി. പിന്നെ അതേപോലെ നമുക്ക് കാണാൻ കൊടുത്താൽ ഗൾഫിലേക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ്. കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. 2-3 ദിവസമൊക്കെ ഒരു 3-4 ദിവസമൊക്കെ നല്ല ഇരിക്കും. കുറച്ചൊരു ഹാർഡിലാണ് ഇരിക്കുക, ഭയങ്കര ഹാർഡായി പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. വേറൊരു മെത്തേഡിൽ അരിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്.